അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ തോന്നിയതാണ് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയണം എന്നുള്ളത്. എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊരു അവസ്ഥയും നമ്മുടെ നാട്ടിലെ ചാനലുകാരെ കൊണ്ട് ആളുകൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഏതായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? പ്രതികരണമുണ്ടോ? വന്നോട്ടെ പ്രശ്നമില്ല. എന്താ പറയാനുള്ളത്? എന്തായാലും പറയാനുണ്ടോ? ഏത് സൈഡിലടാ വണ്ടി? എവിടെയുള്ള വണ്ടി? നന്ദഗോപാലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് നന്ദഗോപാൽ. അങ്ങനെ 22 ദിവസങ്ങൾക്ക് ശേഷം ഷിംജിത പുറത്തിറങ്ങുകയാണ്. പ്രതികരിക്കാനൊന്നുമില്ല എന്ന് പറയുന്നു. ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന്, ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധന കഴിയും വരെ ജാമ്യം അനുവദിക്കരുതെന്നെല്ലാം പ്രോസിക്യൂഷന്റെ ആവശ്യം. ഇതാണ് നമ്മുടെ നാട്ടിലൊരവസ്ഥ. എത്ര ദയനീയമാണ്. ആ പെണ്ണിന് കോടതി ശിക്ഷ വിധിച്ചതല്ലേ, കോടതി തന്നെയല്ലേ ജാമ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയൂലേ. ആ ഷിംജിതയുടെ കൂടെയുള്ള ആൾ മൈക്ക് തട്ടി മാറ്റി പോകുന്നത് കാണുമ്പോൾ തന്നെ അവർക്ക് മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? അത് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ. എന്നിട്ട് ഈ മൈക്കും പിടിച്ചുകൊണ്ട് അവരെ പിന്നാലെ ഓടുക. തേനീച്ചക്കൂട്ടം പിന്നാലെ വരുന്ന മാതിരി മൈക്ക് പിടിച്ചുകൊണ്ട് പിന്നാലെ ഓടുക. ഇവരെന്താ ഗുണ്ടകളോ? നമ്മുടെ നാട്ടിലെ ചാനലുകാരൊക്കെ ഈ ഗുണ്ടകളെയാണോ ഈ മൈക്ക് പിടിച്ച് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് പറഞ്ഞു വിടുന്നത്? അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പറയും. അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പിരിഞ്ഞു പോവുക. എന്നിട്ട് അവരെ പിന്നാലെ ഈ തേനീച്ചക്കൂട്ടം പോലെ ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നത് പോലെ മൈക്കും ക്യാമറയും പിടിച്ചുകൊണ്ട് പിന്നാലെ പായുക. എന്നിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുക. ഇതാണോ മാധ്യമധർമ്മം? വാർത്താ ദാരിദ്ര്യം കാരണം ഇങ്ങനെയൊക്കെയാണോ വാർത്ത ഉണ്ടാക്കുന്നത്? ഇത് എന്ത് കഷ്ടമാണിത്. അവൾ പരസ്യമായിട്ടൊരു മനുഷ്യനെ വീഡിയോ ചെയ്ത് അപമാനിച്ചു, അയാൾ അതിൽ വേദന കൊണ്ട് ആത്മഹത്യ ചെയ്തു. അതൊക്കെ ശരിയാണ്, അതൊക്കെ നമ്മളെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അവൾ കുറ്റക്കാരിയാണ്, ശിക്ഷ അനുഭവിക്കേണ്ട ആളാണ്. ആ ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ടല്ലോ. ആ കോടതി തന്നെയല്ലേ അവൾക്ക് ജാമ്യം കൊടുത്തത്. പിന്നെ അതിൻ്റെ പുറമെ അവളെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ പിന്നാലെ ഈ മൈക്കും പിടിച്ചു പോയിട്ട് അവളോട് എന്തെങ്കിലും ചോദിച്ച് അവളെ കൊണ്ട് പറയിപ്പിച്ച് അത് സമൂഹത്തിനിടയിൽ ചർച്ചയാക്കി ഇനി ആ പെണ്ണിനെ കൂടി ആത്മഹത്യയിലേക്ക് തള്ളിവിടണോ? ആത്മഹത്യയിലേക്ക് തള്ളിവിടുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെ കുറ്റം പറയലാരാണ്? സ്ത്രീകൾ ഈ സമൂഹത്തിനിടയിൽ അക്രമം നേരിടുമ്പോൾ അവൾ ഇങ്ങനെ പ്രതികരിച്ചു, അതിൻ്റെ പേരിൽ അവളെ സൈബർ അറ്റാക്ക് ചെയ്തു, സമൂഹ മാധ്യമങ്ങൾ ഘോഷിച്ചു, അതിൻ്റെ പേരിലല്ലേ അവൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെ ഇവർ പറയും. സത്യത്തിൽ ഇവരെപ്പോലുള്ള ആളുകളെ കൊണ്ടാണ് ഇവിടെ മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉള്ളത്. എത്ര ആളുകളുടെ ജീവനാണ് ഇവരെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. എത്ര ആളുകളുടെ സ്വൈര ജീവിതം ഇവർ കലക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാനൊരു സഹോദരൻ പറയുന്നത് കേട്ടു, ഒരു ചാനലിൻ്റെ ഒരു അഭിമുഖത്തിലാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടു. അയാൾക്ക് മാസം 5 ലക്ഷം വരുമാനം ഉണ്ടായിരുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യാജ കേസിൽ അയാൾ കുടുങ്ങി, പോലീസ് അറസ്റ്റ് ചെയ്തു. ആ വ്യാജ കേസിൻ്റെ പേരിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അയാളെ ചാനലിലിട്ട് വലിച്ചു കീറി. ആ കേസ് ജനുവിനാണോ വ്യാജമാണോ ഒന്നും നോക്കാതെ ചാനൽ ചർച്ചയിൽ അയാളെ വലിച്ചു കീറി മാക്സിമം അപമാനിച്ചു വിട്ടു ഈ സമൂഹ മധ്യത്തിൽ. അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അവസാനം കോടതി അയാൾ വെറുതെ വിട്ടിട്ടും അയാളുടെ ബിസിനസ് തുടരാൻ പറ്റിയില്ല. അത്രത്തോളം അയാളെപ്പറ്റി ഈ ചാനലുകാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇവരെയൊക്കെ ശരിക്കും നിലക്ക് നിർത്താൻ എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ല? നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് എന്തുകൊണ്ട് ഇവരെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ല? ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്കാണ് വലിഞ്ഞു കയറി ചെല്ലുക, എന്നിട്ട് അവൻ്റെ മനസ്സമാധാനം തകർക്കുക,
എന്നിട്ട് ഇവർ വലിയ വാർത്തയാക്കിയിട്ട് വിവാദമാക്കിയിട്ട് ഇവർ റീച്ച് സമ്പാദിക്കുക, പണം സമ്പാദിക്കുക അതിൻ്റെ മേലിൽ. അത്രത്തോളം വാർത്താ ദാരിദ്ര്യം നമ്മുടെ നാട്ടിലുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാനുണ്ട്? ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന, രാജ്യം അഭിമുഖീകരിക്കുന്ന എത്ര പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇവർക്കാർക്കും ഒന്നും പറയാനില്ല, ചർച്ച ചെയ്യാനില്ല. അനാവശ്യമായിട്ട് ആളുകളുടെ സ്വസ്ഥത കളഞ്ഞ് വാർത്താ ദാരിദ്ര്യം കാരണം വാർത്ത ഉണ്ടാക്കിയെടുക്കാൻ, വാർത്ത നിർമ്മിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് അവരൊക്കെയും, ഓട്ടപ്പാച്ചിലാണ്. അതിനുവേണ്ടി ഒരു സംസ്കാരമില്ലാത്ത, ഒരു ധാർമ്മിക ബോധമില്ലാത്ത കുറച്ച് ഗുണ്ടകളാണ് പറഞ്ഞുവിടുക ക്യാമറയും മൈക്കുമായിട്ട്. ഇവർക്കിടയിലൊക്കെ ഈ കാലത്ത് ജീവിച്ചു പോകണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. അയാൾ ക്യാമറയും മൈക്കൊക്കെ തട്ടി മാറ്റി പോവുകയാണ്. ഒന്നും പറയാനില്ല എന്ന് അവർ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും കടന്നൽക്കൂട്ടം വരുന്നത് പോലെ പിന്നാലെ മൈക്ക് പിടിച്ച് ഓടുകയാണ്, ക്യാമറയുമായിട്ടും മൈക്കുമായിട്ടൊക്കെ. ഈ ക്യാമറ അവരുടെ മുഖത്തിന് പിടിച്ച് നീട്ടുമ്പോൾ അയാൾ മുഖം മറക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പെട്ടെന്ന് ഈ പെണ്ണിനെ കാറ് കയറ്റാൻ വേണ്ടി ഒരു കാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കാറ് മാറിയിട്ടുണ്ട്, ഡോറ് തുറക്കുന്നില്ല. ഇവർ വിടുന്നില്ല, ഇവർ പിന്നാലെ കൂടാണ്. അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി മറ്റൊരു കാറിൽ കയറാൻ പോകുമ്പോഴും ഇവർ പിന്നാലെ കൂടാണ് ഓടിപ്പഞ്ഞിട്ട്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് പിരിഞ്ഞു പോയിക്കൂടെ? ഇങ്ങനെ മനുഷ്യൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിട്ടുള്ള വാർത്തകൾ കൊണ്ട് ഇവർ എന്ത് സമ്പാദിക്കാനാ? അങ്ങനെ റീച്ച് നേടിയിട്ട് എന്ത് കിട്ടാനാ? സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ മാധ്യമങ്ങളുടെ ഈ നെറികേട് കാരണമാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്. ഒരു മനുഷ്യനെന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞതല്ല അവർ വാർത്തയാക്കി കൊടുക്കുക, അത് വളച്ചൊടിച്ച് അതിൽ കുറേ കൂട്ടിച്ചേർത്ത് അതിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കും. അത് കാരണം ഈ മാധ്യമങ്ങളോട് ഈ വാക്ക് പറഞ്ഞ ആളുടെ സ്വസ്ഥത നശിച്ചുപോയി, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടി രണ്ട് സമൂഹത്തിലെ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകും. ആദ്യം ഒരാളടുത്ത് പോവും, എന്നിട്ട് അയാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അയാൾ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വാർത്ത കൊടുക്കും. പിന്നെ നേരെ ഇപ്പുറത്തുള്ള നേതാവിൻ്റെ അടുത്ത് പോവും, എന്നിട്ട് അയാളോട് അതിനെക്കുറിച്ച് ചോദിക്കും, എന്നിട്ട് അയാൾ പറഞ്ഞതും വളച്ചൊടിച്ച് വാർത്ത കൊടുക്കും. എന്നിട്ട് ഈ രണ്ട് സമൂഹത്തിലെ അനുയായികൾ പരസ്പരം തമ്മിൽ തല്ലുക. എന്നിട്ട് ഇവരിത് ഇങ്ങനെ കണ്ട് രസിക്കുക. എന്നിട്ട് ആ ഒരു വിവാദം കത്തി ഒന്നായിട്ട് വ്യാപിപ്പിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ ചർച്ചയാക്കിയിട്ട് ഇവർ വലിയ വലിയ വർത്തമാനം പറയാം. കുറേ കാലമായല്ലേ നമ്മളിവരെ കാണാൻ തുടങ്ങിയിട്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമാണോ അറിയില്ല എങ്ങനെ. എന്നാലും കേരളത്തിലെ ഈ മാധ്യമങ്ങളുടെ ഇത്തരം നീച പ്രവർത്തികളെ കൊണ്ട് മനുഷ്യന് കുടുങ്ങിക്കുകയാണ്. ഒരു മനുഷ്യനിങ്ങോട്ട് വരുമ്പോഴേക്കും അയാളോട് ഓരോന്ന് ചോദിച്ച് അയാൾക്ക് പറയാനുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാലും അയാളെ വായിലേക്ക് മൈക്ക് കുത്തിത്തിരിക്കുക, അയാളെ പോകാൻ അനുവദിക്കില്ല. എത്ര നമ്മൾ കണ്ടു. ഇതിനെതിരെയൊക്കെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണം. ഈ ഒരു പ്രവണത മാറ്റണം. ഈ മാധ്യമപ്പട അവർ നന്നായാലേ നമ്മുടെ നാട് നന്നാവും. അവരുടെ വ്യാജ വാർത്തകൾ കാരണം നമ്മുടെ സമൂഹം പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ സമൂഹം ശിഥിലമാവാനുള്ള ഏറ്റവും വലിയ കാരണം അവരുടെ വാർത്തകളും അവരുടെ ഇത്തരം പ്രവണതകളുമാണ്. അതിനെതിരെ ശബ്ദിക്കണം. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ശബ്ദിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അടക്കം അതിനെതിരെ പ്രതികരിക്കണം. ഇത് മാറ്റിയെടുക്കണം. ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഒരാളുടെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറുന്ന, ഒരാളുടെ സ്വൈരവിഹാരത്തിന് തടസ്സം നിൽക്കുന്ന, ഒരാളുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ തുടച്ചു മാറ്റിയേ പറ്റൂ. മുമ്പ് നമ്മൾ കണ്ടല്ലോ, അർജുൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആ മനാഫിൻ്റെ പിന്നാലെ നിരന്തരമായിട്ട് കൂടി അവനെക്കൊണ്ട് ആവശ്യമുള്ളതൊക്കെ പറയിപ്പിച്ചു. എന്നിട്ട് അർജുൻ്റെ വീട്ടുകാരടുത്ത് പോയിട്ട് അർജുൻ്റെ അളിയനെ കൊണ്ട് കുറേ പറയിപ്പിച്ചു. എന്നിട്ട് ഇവരെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റി ഇവരെ പരസ്പരം തമ്മിലെടുപ്പിക്കുക. ഒരു വിഭാഗം മനാഫിൻ്റെ ഒപ്പം നിൽക്കുക, ഒരു വിഭാഗം അർജുൻ്റെ ഒപ്പം നിൽക്കുക. അങ്ങനെ ഒരു ചേരിതിരിവുണ്ടാക്കിയിട്ട് ആ നാട്ടിലൊരു സംഘർഷം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പണി. എത്ര സംഭവങ്ങൾ, ഓരോ സംഭവങ്ങളും ഉദാഹരിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണം തോന്നി, ഒന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവർ കാണിക്കുന്ന ഈ സകല തോന്നിയാസങ്ങളും നമ്മളിതിലൂടെ വിളിച്ചു പറയാൻ നിന്നാൽ എത്ര നീണ്ടുപോകും വീഡിയോ. ഇത്തരം തോന്നിയാസങ്ങളൊന്നും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അവരുടെ തറവാട്ട് സ്വത്ത് നല്ലല്ലോ ഈ നാട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.